മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബലാത്സംഗ കേസിൽ നിർണായക നീക്കവുമായി പ്രോസിക്യൂഷൻ. ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. അതിജീവിത രഹസ്യ മൊഴിക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് തെളിവ് ഉറപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള അതിജീവിത അത് കോടതിക്ക് മുൻപാകെ നൽകുമ്പോൾ ഇതിൽ IT ആക്ട് അടക്കം പരിശോധിക്കണം, ഇതിന്റെ ആധികാരികത ഉൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ടി വരും കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘത്തിന്. അതെപ്പോഴാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അപ്പം 164 ആപ്ലിക്കബിൾ ആകാൻ വേണ്ടി എങ്ങനെയാണ് അപേക്ഷയും വരുന്നത്? പ്രതീക്ഷ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വാദം കേട്ടിരുന്നു. അതിനിടയിലാണ് പ്രോസിക്യൂഷന്റെ നിർണായകമായ നീക്കം ഉണ്ടായത്. ഈ മൂന്നാമത്തെ പരാതി നൽകിയ അതിജീവിത വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് ഓൺലൈനായിട്ടാണ്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണെന്ന് മൊഴി രേഖപ്പെടുത്തിയത്. AG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. അന്ന് ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് വീഡിയോ റെക്കോർഡ് കൂടി ചെയ്തിരുന്നു. ആ വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് ഇന്നിപ്പോൾ CD-യിലാക്കി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ്. ഇതൊരു തെളിവായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ CD ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വ്യത്യസ്തമായ ചില അപൂർവ നടപടികൾക്ക് കൂടി ഈ കേസ് സാക്ഷിയാവുകയാണ്. കാരണം രാജ്യത്തില്ലാത്ത അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത അതിജീവിതയെ വിദേശത്തായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇതിനൊപ്പം അതിജീവിത ഒരു അപേക്ഷ കൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. താൻ വിദേശത്താണ്, തനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി അത് ഓൺലൈനായി തന്നെ കോടതി രേഖപ്പെടുത്തണം എന്നുള്ളൊരു അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് എംബസി വഴി അടക്കമുള്ള നടപടികൾക്ക് കോടതി അനുമതി നൽകണം എന്നുള്ള അപേക്ഷയാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള കേസിന്റെ നടപടികൾ ശക്തമാക്കുകയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ. കാരണം ജാമ്യാപേക്ഷ അടക്കം നേരത്തെ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് ഈ അറസ്റ്റിന്റെ മാനദണ്ഡങ്ങൾ പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇമെയിൽ പരാതി, അതിന്മേലുള്ള ആധികാരികത, കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ ഒരുപാട് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് തെളിവ് ഉറപ്പിക്കുന്ന നടപടിയിലേക്ക് SIT പോകുമ്പോൾ അത് കേസിൽ എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? ആ കാലഘട്ടം, അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ കാലഘട്ടങ്ങളും, ബലാത്സംഗം, പിന്നീട് ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള ഭീഷണിയുണ്ട്. അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചേർക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ അടിസ്ഥാനത്തിൽ ഇനി കോടതിക്ക് മുൻപാകെ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ. വിദേശത്തായതുകൊണ്ട് ചില വെല്ലുവിളികൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വഴി തെളിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജീഷ് കൈപ്പള്ളി, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെയും SIT-യുടെയും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പരാതിക്കാരി വിദേശത്താണ് എന്നുള്ളതാണ്. നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകാനോ അതല്ലെങ്കിൽ വൈദ്യ ചികിത്സ അല്ലെങ്കിൽ അത്തരം വൈദ്യപരിശോധനാ നടപടികൾ പൂർത്തിയാക്കാനോ ഈ കേസിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാം, നിയമപരമായി തന്നെ തരണം ചെയ്യാം എന്നുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമപരമായി തന്നെ ഇത്തരം നടപടികൾ കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് പ്രധാനപ്പെട്ട തെളിവായി ആ മൊഴി മാത്രമല്ല, മൊഴി FIR-നൊപ്പം രേഖപ്പെടുത്തി കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിനൊപ്പം അന്ന് ആ FIR സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത് വീഡിയോ റെക്കോർഡ് കൂടി ചെയ്തിരുന്നു. ആ വീഡിയോ റെക്കോർഡ് ഒരു പ്രധാനപ്പെട്ട തെളിവായി, അതായത് ആ അതിജീവിത നേരിട്ട് മൊഴി നൽകിയതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു നടപടി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് IT ആക്ട് പ്രകാരമുള്ള തെളിവ് ആയി സംരക്ഷിക്കണം, അതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി അതിന്റെ കൂടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രതിസന്ധി ഘട്ടമുള്ളത് അതിജീവിതം നേരിട്ടെത്തി രഹസ്യമൊഴി നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധ്യമല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എംബസി വഴി ഈ വീഡിയോ റെക്കോർഡിംഗ് മുഖാന്തരം അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ രഹസ്യ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നിയമപരമായ സാധ്യതകൾ അന്വേഷിക്കുന്നത്. അതിന് നിയമപരമായ സാധ്യതയുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ SIT-ക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിജീവിത തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ രഹസ്യമൊഴി ഓൺലൈനായി എടുക്കാനുള്ള അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട്. അത് മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതിയുമായിട്ട് ആലോചിച്ചായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതിജീവിതയെ നാട്ടിലെത്തിക്കാനുള്ള മറ്റു നീക്കങ്ങൾ എന്തെങ്കിലും SIT നടത്തിയോ? സംസാരിച്ചിപ്പോൾ വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മാർഗം അവലംബിക്കുക, അതാണോ മുന്നിലുള്ളത്?
തീർച്ചയായിട്ടും. കാരണം ഇത്തരം കേസുകളിൽ ഈ മൊഴി രേഖപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈ പരാതി കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതും വൈദ്യ പരിശോധന നടത്തേണ്ടതുമൊക്കെ അനിവാര്യമാണ്. പക്ഷേ ഈ കേസിൽ ചില പ്രതിസന്ധികളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശത്ത് നിന്ന് നാട്ടിലെത്താൻ അതിജീവിതയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനെ എങ്ങനെ മറികടക്കാം, അതിനുള്ള നിയമപരമായ നടപടികളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇന്ന് ജാമ്യാപേക്ഷ നടക്കുന്നതിനിടെയാണ് പ്രോസിക്യൂഷന്റെ ഈ നിർണായകമായ നീക്കങ്ങൾ. അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള നിയമപരമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് അറസ്റ്റ് മെമ്മോ അല്ലെങ്കിൽ അറസ്റ്റുമായി സഹകരിക്കാൻ പ്രതി ഇതുവരെ സഹകരിച്ചിട്ടില്ല എന്നുള്ള വാദമാണ്. അതിന് പകരം ചില നടപടികൾ കൂടി, അതും ഈ കേസിൽ അപൂർവ നടപടിയായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പുവെച്ചില്ല. അതിന് SIT ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പുവെക്കാൻ ആവശ്യപ്പെടുകയും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരാകരിച്ചപ്പോൾ അങ്ങനെ നിരാകരിക്കുന്നുവെന്ന് വിവരം നൽകിയത്. അപ്പോൾ BNSS പ്രകാരമുള്ള കേസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രഥമ വിവരം റിപ്പോർട്ടുകളൊക്കെ തന്നെ അത് ഇലക്ട്രോണിക് മീഡിയ വഴിയൊക്കെ തന്നെ നൽകുമ്പോൾ ചില പാലിക്കപ്പെടേണ്ട നിയമപരമായ കാര്യങ്ങളിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന വലിയ വിമർശനമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ അത് നേരിട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് ചെയ്തത് ഇപ്പോൾ CD-ലാക്കി കോടതിക്ക് മുൻപ് ഹാജരാക്കുന്നതും 164 രഹസ്യമൊഴിക്ക് വേണ്ടി ഇപ്പോൾ അതിജീവിത അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതും ആനന്ദകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.